കൂട്ടുകാരനോട് നിനക്ക് എത്ര സമയം വേണേലും കഥ പറഞ്ഞുകൊണ്ടിരിക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയോട് നിനക്ക് മൊബൈലിൽ എത്ര മണിക്കൂർ വേണേലും സംസാരിച്ചുകൊണ്ടിരിക്കാം. നിന്റെ റബ്ബിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് റബ്ബിനോട് പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, നീ എന്നെ ഏക്കണേ അല്ലാ, അല്ലാഹുവേ നീ എന്നെ സ്വീകരിക്കണേ അല്ലാ, എന്നെ നിനക്ക് തൃപ്തിപ്പെട്ട ഒരു അടിമയാക്കണേ അല്ലാ, പടച്ചോനെ മരിക്കുമ്പോ കെലിമ ചൊല്ലി മരിപ്പിക്കണേ അല്ലാ, നിന്റെ തൃപ്തി കിട്ടണേ അല്ലാ, നീ എന്നെ സ്വീകരിക്കണേ അല്ലാ എന്ന് റബ്ബിനോട് ഒരു 10 മിനിറ്റ് പോയി സംസാരിക്കാൻ നിനക്ക് എന്താ പൊന്നുമോനെ പറ്റാത്തത്? വളരെ അപകടമാണ്. പിന്നിങ്ങനെ നമ്മുടെ നാട്ടിലെ നേർച്ചകൾ, ഇപ്പോ ഉത്സവങ്ങള് എന്തൊക്കെയാ, ആന കുതിര, പലപ്പോഴും റോഡേ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ അടിയല്ലേ, ആണും പെണ്ണും വലുതും ചെറുതും ഒക്കെ കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിട്ട് ആനയും കുതിരയും ഒട്ടകവും ശിങ്കാരിമേളവും പിന്നെ എത്ര ഗംഭീരമായ ഗാനമേളകളും വഴിയിലെല്ലാം കരിമ്പ് കച്ചവടവും പിന്നെ ഈത്തപ്പഴ കച്ചവടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉത്സവങ്ങള്. ഇതെവിടാ മക്കളെ ഇത് നടക്കുന്നത്? ഇതെവിടാ നടക്കുന്നത്? ഈ മണ്ണൊക്കെ ഏത് മണ്ണാണ്? ഈ മണ്ണെല്ലാം ഏത് മണ്ണാ? വിലായത്തിന്റെ അത്യുന്നത പദവികളിലേക്ക് കടന്നുപോയ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ, മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഒക്കെ പാദസ്പർശമേറ്റ മണ്ണുകളല്ലേ ഈ മണ്ണ്? സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ജനതയെ കൊണ്ടുപോയ ആ മഹാരഥന്മാരുടെ പിന്തുടർച്ചാവകാശികളും നാട്ടുകാരും അവരോടുള്ള കടമ നിറവേറ്റുന്നത് പാതിരാത്തിൽ ആണും പെണ്ണും കൂടെ കൂടിക്കലർന്ന് ഗാനമേള നടത്തിയ മക്കളെ, ശിങ്കാരിമേളം നടത്തിയ, ആനപ്പുറത്ത് കയറിയ, ഏത് സഹാബിയ ആനപ്പുറത്ത് കയറിയത്? അള്ളാഹുവിന്റെ റസൂലോ സഹാബാക്കളോ ഏതെങ്കിലും ആനപ്പുറത്ത് കയറ്റിയിട്ട് എന്തെങ്കിലും ഉത്സവം നടത്തിയോ? അള്ളാഹു ഖുർആനിലൂടെ ശപിച്ച് നശിപ്പിച്ച ആനപ്പട്ടാളത്തെ പറ്റിയല്ലേ പറയുന്നത്? ആനക്കൂട്ടത്തെ എങ്ങനെയാ റബ്ബ് തകർത്തേന്ന് നിങ്ങൾക്കറിയോ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ. അവരുടെ മേൽ അബാബീൽ പക്ഷികളെ ആറ്റം ബോംബുകളേക്കാൾ ശക്തിയുള്ള ഇരുമ്പ് കല്ലുകളുമായിട്ട്, പഴുത്ത കല്ലുകളുമായിട്ട് വിട്ട് നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ ഇനിയും ഒരു അബാബീൽ പക്ഷികളുടെ കൂട്ടം വരണമോ? ചാവക്കാടും മണത്തലയിലും വെളിയങ്കോടും ഒക്കെ വരണോ? ഇനിയും അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകണോ? ഇനിയും ആനക്കൂട്ടങ്ങൾ തകരണോ? എവിടെ നിന്ന് കിട്ടി ഈ സംസ്കാരം? ചെറുപ്പക്കാർ ഇതിനെതിരെ ചിന്തിച്ചേ പറ്റൂ. എന്നോട് ആർക്ക് വിരോധം തോന്നിയാലും വേണ്ടില്ല, ഇനിയുള്ള ഒരു കാലൂടെ ബോംബ് വെച്ച് തകർത്താലും കുഴപ്പമില്ല. വളരെ ശക്തമായി പറയാണിത് ശിർക്കാണിത്, തെറ്റാണിത്, നിഷിദ്ധമാണിത്, ഹറാമാണ്. ഇത് അള്ളാഹ് ഇഷ്ടപ്പെടാത്തതാണ്, റസൂലുള്ള ഇഷ്ടപ്പെടാത്തതാണ്, സ്വഹാബാക്കൾ ഇഷ്ടപ്പെടാത്തതാണ്, ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്തതാണ്, ആരിഫ്യങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ്, വെളിയങ്കോട് ഉമർ ഖാദി ഇഷ്ടപ്പെടാത്തതാണ്, മമ്പുറന്തങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ്, സൈനുദ്ദീൻ മഖ്ദൂം ഇഷ്ടപ്പെടാത്തതാണ്. അതുകൊണ്ട് ഇത്തരം ധിക്കാരങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോറിക്ഷ ഇരപ്പിച്ച് നടക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് ഈ നികൃഷ്ടമായ കാര്യങ്ങളുടെ മുന്നിൽ പണയം വെക്കാതെ നിങ്ങൾ മുസ്ലിമാണെന്ന ആർജവം വീണ്ടെടുത്തുകൊണ്ട് ഇത്തരം ധിക്കാരങ്ങൾക്കെതിരെ ശക്തമായിട്ട്, ഇത്തരം നികൃഷ്ടമായ നീചമായ ഹറാമായ ആഘോഷങ്ങൾക്കെതിരെ എന്റെ ചെറുപ്പക്കാർ ശക്തമായി പ്രതികരിക്കണം. പറ്റുമോ മക്കളെ? പറ്റുമോ? അതിനുള്ള ആർജവം ഉണ്ടോ? ഇല്ലാന്നാ തോന്നുന്നത്. അതാ അനങ്ങാതിരിക്കുന്നത്. അതിനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇൻഷാ അല്ലാഹ് പ്രതികരിക്കണം. പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കണമെന്നല്ല. ആനയുടെ കൊണ്ടുപോയിട്ട് ആനയ്ക്ക് ഇങ്ങനെ പിന്നെ മുളക് വരട്ടി കൊടുത്ത് ആനയെ ഇളക്കി വിടണമെന്നൊന്നും അല്ല പറയുന്നത്. നിർത്തിക്കാൻ വേണ്ടി ആരും നമ്മൾ സഹകരിച്ചില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ ജയിക്കുന്ന? ആന മാത്രം റോഡിൽ കൂടെ പോയാൽ ഉത്സവം നടക്കുമോ? കേരളത്തിലെ മുഴുവൻ ആനയും ചാവക്കാടെന്ന് വെളിയങ്കോട് വരെ ഇങ്ങനെ നിരന്നങ്ങോട്ട് പോകാൻ തുടങ്ങിയാൽ ഉത്സവം വല്ലതും നടക്കുമോ? നടക്കില്ല. ഉത്സവം നടക്കുന്നത് നമ്മളെ പോലത്തെ മനുഷ്യർ പോയി സഹകരിക്കുമ്പോഴാണ്. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ വയറും തുറന്നിട്ട് ശരീരവും തുറന്നിട്ട് തലയും തുറന്നിട്ട് റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോഴാ ഉത്സവം വിജയിക്കുന്നത്. അത് കാണാൻ വേണ്ടിയാ ചെറുപ്പക്കാരവിടെ കൂടുന്നത്. ഈ കൂടുന്ന ആളുകളാണ് ഉത്സവം വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നിർത്തണം. ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് മടങ്ങണം. മുസ്ലിമാകണം, പരിപൂർണ മുസ്ലിമാകണം, 24 കാരറ്റ് മുസ്ലിമാകണം, മുഅ്മിനാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മനസ്സുണ്ടാകണം. വായിലൂടെ വരേണ്ടത് സിനിമ പാട്ടല്ല. സിനിമ ഇന്നിപ്പോ ഫോണോ വല്ലതും വിളിക്കാൻ പറ്റുമോ? പള്ളിയിൽ ചിലപ്പോ പള്ളിയിലായിരിക്കും സൈലന്റ് ആക്കാൻ മറന്നിട്ട് കൊണ്ടുവച്ചേക്കുന്നവരങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ മിന്നാമിനിങ്ങേ മിന്നാത്ത മിനിങ്ങേ പാട്ട് 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 പള്ളിയിൽ ഓണായിരുന്നാൽ എന്താ ഫോൺ വെച്ചിരിക്കുന്ന? അതാ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എന്താ ഫോണിൽ സാധാരണ ഞങ്ങൾ ബെല്ല് വെച്ചാൽ മതി. അതല്ലെങ്കിൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ റിംഗ് ടൂണായിട്ട് എടുത്തു വെക്കാനുണ്ട്. പക്ഷെ വെക്കുന്നതൊക്കെ എന്താ? 90% മുസ്ലിം ചെറുപ്പക്കാരന്റെയും ഫോണിലിരിക്കുന്നൊക്കെ സിനിമാ പാട്ടാണ് റിംഗ് ടൂണായിട്ട് വെച്ച്. എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോന്നു?
എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോന്നു? എന്തുകൊണ്ട് പ്രേമഗാനങ്ങൾ? എന്താ പ്രേമഗാനം വെച്ചോ? ഏത് പ്രേമം? നമുക്ക് പ്രേമിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സൃഷ്ടികളിൽ ആരിലാണോ നമ്മുടെ പ്രേമം ചെന്ന് അവസാനിക്കുന്നത്, നമ്മുടെ പ്രേമം എവിടുന്നാണോ തുടങ്ങുന്നത്, നമ്മുടെ പ്രേമം എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത്, ആ നമ്മുടെ പ്രേമം മൊത്തം കൊടുക്കാൻ അർഹനായ ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണക്കാരനായ എന്റെയും നിങ്ങളുടെയും ചങ്കില ചോരയായ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ ഈന്തപ്പന കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ശീതളച്ചായയിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അങ്ങോട്ട് പ്രേമിക്കും. റസൂലുള്ളാഹിയെ പ്രേമിച്ചുകൊണ്ടുള്ള പാട്ട്, അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള പാട്ട്, അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ട്, ആ പാട്ടാകട്ടെ നമ്മുടെ റിംഗ് ടോൺ. അതിന് പകരം നമ്മൾ എന്തിനായി മൊബൈലില് ഏതെങ്കിലുമൊക്കെ വൃത്തികെട്ടവൻ തുണിയില്ലാതെ നടന്ന് പാടുന്നത് നമ്മൾ എന്തിനാ പിടിച്ചു വെച്ചിട്ട് അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ, സമയം ദീർഘിച്ചു പോകും പ്രസംഗിച്ചാൽ, ഈ റമളാനിൽ ഒരു മാറ്റം. ഇനിയുള്ള 13 ദിവസം ഇൻഷാ അല്ലാഹ് ഇന്നലെ ഞാൻ പറഞ്ഞ സ്വലാത്ത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഇന്നലെ പറഞ്ഞ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ, പറഞ്ഞോ, സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം. അതോ അല്ലെങ്കിൽ തത്തുല്യമായ സ്വലാത്തോ രാവിലെ ഒരു 100 എണ്ണം, വൈകിട്ടൊരു 100 എണ്ണം. 10 ദിവസം 10 സ്വലാത്ത് രാവിലെയും വൈകിട്ടെയും ചെല്ലുന്നവന് എന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 100 എണ്ണം ചൊല്ലിയാലോ? 5 നേരം നിസ്കരിച്ച് അള്ളാഹ് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച് രാവിലെ ഒരു 100 സ്വലാത്ത്, വൈകിട്ടൊരു 100 സ്വലാത്ത് അങ്ങനെ ചൊല്ലി ചിലപ്പോ ആ 100 200 ആവും. ഇന്നലെ എന്റെ ഒരു പ്രിയപ്പെട്ട ഒരു കൊച്ചു മോനുണ്ട് എനിക്ക്, ഞാൻ എന്റെ മോനെ പോലെ സ്നേഹിക്കുന്ന കാസർഗോഡുള്ള ഒരു പയ്യൻ. അവൻ ഇന്നലെ BBA കഴിഞ്ഞ് MBAക്ക് വേണ്ടി ഇന്നലെ ലണ്ടനിലേക്ക് പോയിരിക്കുകയാണ്. ലണ്ടനിൽ MBA കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പൊന്നുമോൻ അവൻ ദിവസവും 5000 7000 സ്വലാത്ത് അവന്റെ പഠനത്തിന്റെ ഇടയിൽ അവൻ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കും. 5000 7000 സ്വലാത്ത്. പലപ്പോഴും അത് 10000 വരെ ആവും. അവൻ ഒരു കുഴപ്പമില്ല. അവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ലോണിന് അപേക്ഷ കൊടുത്തു. കാസർഗോഡത്തെ എന്റെ പ്രസംഗം പലിശയ്ക്കെതിരെ രൂക്ഷമായ പ്രസംഗം. അവൻ തീരുമാനിച്ച് ഞാൻ ഇനി MBAക്ക് ലണ്ടനിൽ പോകുന്നില്ലെങ്കിലും വേണ്ടില്ല, ഇവിടെ എവിടെങ്കിലും ചെറിയ തോതിൽ ചെയ്താലും മതി. ഞാൻ BBAക്കൊക്കെ നല്ല ഉയർന്ന മാർക്കിൽ ജയിച്ച പൊന്നുമോന, നല്ല ഉയർന്ന മാർക്കിൽ. അങ്ങനെ അവൻ MBAക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന തീരുമാനം ലണ്ടനിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. പക്ഷെ അവസാനം അവന്റെ ഉപ്പ ഗൾഫിൽ നിൽക്കുന്ന ഉപ്പ അവനോട് പറഞ്ഞു, നീ പലിശ ഒന്നും ബന്ധപ്പെടണ്ട, ഞാൻ എവിടെന്നെങ്കിലും കടമൊക്കെ കൂടെ വാങ്ങിച്ചാലും നിന്നെ ഞാൻ വിടാം, പലിശ നീയൊക്കെ ബന്ധപ്പെടണ്ട, ലോൺ എടുക്കണ്ട. അങ്ങനെ ഒരു പൈസ ലോൺ എടുക്കാതെ പലിശയ്ക്ക് ബന്ധപ്പെടാതെ അവൻ ആ പൊന്നുമോൻ അൽഹംദുലില്ലാഹ് ഇപ്പൊ അവന് മിനിഞ്ഞാന്ന് എന്റെ വീട്ടിൽ വന്ന് യാത്ര ചോദിച്ച് അവിടുന്ന് പോയി. ഇന്നലെ മിക്കവാറും അവൻ കയറിയിട്ടുണ്ടാവും. ഒരു പൈസ പലിശയുമായി ബന്ധപ്പെടാതെ ദിവസം 5000 7000 സ്വലാത്ത്